dears, welcome to the world of English. It is me, ESR from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. ഒരുപാട് മക്കൾ എന്നോട് പറയാറുണ്ട്, സർ ഗ്രാമറിന്റെ ക്ലാസ് റിപ്പോർട്ട് സ്പീച്ച് സാർ കഴിഞ്ഞ വീക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, സർ ക്വസ്റ്റ്യൻ ടാഗ് ഒന്നും ഇല്ലേ എന്ന് ഒരുപാട് മക്കൾ എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ടായിരുന്നു. കോൺവെർസേഷൻ കംപ്ലീഷൻ എപ്പോഴും ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. കോൺവെർസേഷൻ കംപ്ലീഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു 90% നമുക്ക് ചേഞ്ച് ആക്കേണ്ട എന്തായിരിക്കും, ചെയ്യാനുള്ള എന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ആദ്യം അറിയണം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ ടാഗിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ഒരു ഗ്രാമർ ആ ഒരു പോർഷനിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, സാർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാൽ നോക്കിക്കോട്ടെ. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് മെയിൻ ഓക്സിലറി വെർബുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. 10ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ അറിയേണ്ട കാര്യം തന്നെയാണ്. എന്നാലും സാർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. നോക്കിക്കോ, ഈസ്, ആം, ആർ. ദെൻ അതിന്റെ പാസ്റ്റ് വരുന്നത് വാസ്, വേർ, ഹാവ്, ഹാസ്, ഹാഡ്. അതേപോലെ ഹാവ് ഹാസിന്റെ പാസ്റ്റ് വരുന്നത് ഹാഡ് ആണ്. അതേപോലെ ഡു, ഡസ്, ഡിഡ്. ഇതാണ് മെയിൻ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. ഇത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം തന്നെ ആയിരിക്കും, എന്നാലും സാർ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാന്ന് മാത്രമാണ്. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ ടാഗിന്റെ കേസിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് ചേഞ്ചസ് വരുന്നത് എന്തിലായിരിക്കും, നമ്മുടെ ഓക്സിലറികളായിരിക്കും. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്യുന്നത്, ഓക്സിലറികൾ ഏതൊക്കെയാണെന്ന് ആദ്യം മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. സോ പിന്നെ വരുന്നത് മോഡൽ ഓക്സിലറികളാണ്. മോഡൽ ഓക്സിലറി ഏതൊക്കെയാണ്? വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട്, യൂസ്ഡ്, നീഡ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ തരാനുള്ള കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റങ്ങൾ വരുന്നത് എന്തിലായിരിക്കും, നമ്മളുടെ ഓക്സിലറികളിലായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുക. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്, ആദ്യം തന്നെ മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണ്, അതുപോലെ മെയിൻ ഓക്സിലറി ഏതൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. എടാ വായിക്കുന്നത് മോഡൽ എന്നാണ്, മോഡൽ EL അല്ല AL ആണ് കേട്ടോ. മോഡൽ ഓക്സിലറി എന്നാണ് കേട്ടോ, മാറിപ്പോയത്. ഓക്കെ, സോ നോക്കാം. ഇനി നമുക്ക് നോക്കടാ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്. ശരിക്കും നോക്കിക്കോ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ഫ്രേസ് ആഡഡ് ടു ദ എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ടു ടേൺ ഇറ്റ് ഇൻടു എ ക്വസ്റ്റ്യൻ, അല്ലേ? അങ്ങനെ കൊടുത്തുള്ളൂ കേട്ടോ. ടു ടേൺ ഇറ്റ് ഇൻടു എ ക്വസ്റ്റ്യൻ ഓർ ടു ചെക്ക് ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തിൽ ചേർക്കുന്ന ഒരു ചെറിയ ഫ്രേസിനാണ് നമ്മൾ എന്ത് പറയാം, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ചോദ്യമാക്കി മാറ്റാനോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉറപ്പുവരുത്താനോ, ചെക്ക് ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്, പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്താനും കൂടി എന്ത് കൊടുക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നു. ഒരു ഉദാഹരണം സാറ് പറയാം, നോക്കിക്കോടാം. യു ആർ കമ്മിങ് ടു ദ പാർട്ടി. നിങ്ങൾ പാർട്ടിയിലേക്ക് വരികയാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ ഉറപ്പുവരുത്താൻ ആഡ് ചെയ്ത സാധനം ആറിൻ്റെ യു. നിങ്ങൾ വരുന്നില്ലേ, അല്ലേ? ആ പറഞ്ഞ ഒരു പ്രസ്താവന ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ആക്കുക. പറഞ്ഞ കാര്യം ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയോ അല്ലെങ്കിൽ പറഞ്ഞ പ്രസ്താവന ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അവസാനത്തിൽ ഒരു ഷോർട്ട് ഫ്രേസ് ആഡ് ചെയ്യുന്നത്. ആ ഷോർട്ട് ഫ്രേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. Is that clear? സെറ്റിൽ അടാ, റെഡി അല്ല? ഇത് നോക്കിക്കോട്ടോ. യു ആർ കമ്മിങ് ടു ദ പാർട്ടി. നിങ്ങൾ പാർട്ടിയിലേക്ക് വരികയാണ്. ആറിൻ്റെ യു, നിങ്ങൾ വരിക തന്നെയല്ലേ? ദെൻ എടാ ഈ 4 എക്സാമ്പിൾ സാർ ആദ്യം ഒന്ന് പറഞ്ഞു തരാം, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 എക്സാമ്പിൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോടാം. രണ്ടാമത് ഷീ ലൈക്സ് കോഫി. ഡസിന്റ് ഷീ എന്ന് പറയുന്നുണ്ട്. യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. ഡു യു? ഷീ ഈസ് നോട്ട് ഗോയിങ് ഔട്ട് ടു നൈറ്റ്. അതേപോലെ ഈസ് ഷീ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് സാർ ആറിൻ്റെ യു, ഡസിന്റ് ഷീ, ഡു യു, ഈസ് ഷീ എന്നൊക്കെ കിട്ടിയത്? ഇങ്ങനെ ഇത് ഡൗട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് എഴുതി ചെയ്ത് നോക്കാം. നോക്കിക്കോടാം, ശരിക്കും നോക്കിക്കോ. സാർ ഇത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ഗ്രാമറിൻ്റെ പോർഷനാണ്. എല്ലാ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനാവട്ടെ ഓണം എക്സാമിനാവട്ടെ നമ്മൾക്ക് മാർക്ക് പോയ ഏരിയ എന്ന് പറയുന്ന പല മക്കൾക്കും എന്തായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏരിയനെ എന്ത് തെറ്റിക്കരുത് കേട്ടോ. ശരിക്കും നോക്കിക്കോ. നമ്മളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, യു ആർ കമ്മിങ് ടു ദ പാർട്ടി, അല്ലേ? യു ആർ കമ്മിങ് ടു ദ പാർട്ടി. യു ആർ കമ്മിങ് ടു ദ പാർട്ടി. അപ്പോൾ യു ആർ കമ്മിങ് ടു ദ പാർട്ടി എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് കിട്ടുന്ന സെൻറ്റൻസിൽ എന്തുണ്ടോ നോക്കാം. നമ്മൾ അതിൽ ഓക്സിലറി ഉണ്ടോ നോക്കണം. ഇതിനിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഓക്സിലറിനെ കണ്ടു. ആ ഓക്സിലറി ഏതാണ്? ആറ് എന്നാണ് ഓക്സിലറി, അല്ലേ? സോ ആ ഓക്സിലറിനെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താക്കണം, ഒന്നെങ്കിൽ അതിൻ്റെ അവസാനം ആഡ് ചെയ്യുന്ന ഫ്രേസിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയാം. അപ്പോൾ മാറ്റം വരുത്തുക എങ്ങനെ, ഇവിടെയുള്ള ഇതാണ് ഇതിൽ ഓക്സിലറി നമുക്ക് മനസ്സിലായല്ലോ. ഈ ഓക്സിലറിയെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓക്സിലറിയെ നമ്മൾ നെഗറ്റീവ് ആക്കണം. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഓക്സിലറി എന്താ, അത് പോസിറ്റീവാണ്, യു ആർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മൾ എന്താക്കാം, നെഗറ്റീവ് ആക്കാം. അപ്പോൾ നമ്മൾ ആറിനെ നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോടാം,
ആറിനെ നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ ആറിൻ്റെ ചെയ്തു കേട്ടോ. പിന്നെ ആരാണോ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്, അയാൾ നമ്മൾ എന്ത് ഇങ്ങോട്ടേക്ക് എടുത്ത് ചെയ്തു. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? R×U എന്നായിരിക്കും. എങ്ങനെയാണ് R×U കിട്ടിയത് മനസ്സിലായല്ലോടാ? അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തിലേക്കാണ്? ആദ്യം നമ്മൾ നോക്കേണ്ടത് ഓക്സിലറിയിലേക്കാണ്. ഓക്സിലറി ആറാണ് നമുക്ക് മനസ്സിലായി, R പോസിറ്റീവ് ആണ് നമുക്ക് മനസ്സിലായി, R നമ്മൾ എന്താക്കി? നെഗറ്റീവ് ആക്കി. ആരാണോ സബ്ജക്റ്റ്, പ്രവൃത്തി ചെയ്യുന്ന ആളെ വി ഹാവ് ടു കോൾ, നമ്മൾ അയാളെ വിളിക്കും സബ്ജക്റ്റ് എന്ന് പറയും. സബ്ജക്റ്റിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യും? ആ ചേഞ്ച് ആക്കിയ ഓക്സിലറി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറ്റിയ ഓക്സിലറിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സാധനത്തെ നമ്മൾ പ്ലേസ് ചെയ്യും. അങ്ങനെ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? R×U ആണെന്ന് കിട്ടും. യെസ്. രണ്ടാമത്തെ നോക്കിക്കോ. രണ്ടാമത്തെ ലാസ്റ്റ് പറയാം. ഇതൊരു റയർ കേസാണ്. റയർ അല്ല, എപ്പോഴും കാണുന്നത് തന്നെയാണ്, പക്ഷേ ഇത് തികച്ചും ഡിഫറെൻ്റ് ആയ ഏരിയയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ നോക്കാം. യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. നോക്കടാ, യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. നിനക്ക് എന്തിൽ ഇഷ്ടമല്ല? സ്പൈസി ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അറിയേണ്ട ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് കേൾക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ നോക്കേണ്ട എന്താ? ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം എന്തുണ്ടോ? നമ്മൾ ഓക്സിലറി ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഓക്സിലറി കിട്ടി. ഓക്സിലറി ഉണ്ട്. ഓക്സിലറി പോസിറ്റീവാ നെഗറ്റീവാ? ഓക്സിലറി നെഗറ്റീവാണ്, കാരണം ഡോണ്ടാ കൊടുത്തുള്ളത്. അപ്പോൾ നെഗറ്റീവ് കിട്ടിയാൽ പോസിറ്റീവ് ആക്കാം, പോസിറ്റീവ് കിട്ടിയാൽ എന്തോ ആക്കാം? നെഗറ്റീവ് ആക്കാം. ഇവിടെ നമുക്ക് കിട്ടിയത് നെഗറ്റീവായ ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് എന്താ? ഇതിൻ്റെ പോസിറ്റീവ് ഡു എന്നായിരിക്കും. ആരാണ് സബ്ജക്റ്റ്? യു ആണ്. ദെൻ ക്വസ്റ്റ്യൻ ടാഗ് അറിയാം. ക്വസ്റ്റ്യൻ മാർക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പയർ ചെയ്യുക. ഓക്സിലറി വരുന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു സാധനം സെറ്റ് ആക്കാൻ പറ്റും. ഇനി ഓക്സിലറി വരുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം അത് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്സിലറി വരികയാണെങ്കിൽ സംശയമൊന്നും വേണ്ട. കിട്ടിയ ഓക്സിലറി ഏത് ഓക്സിലറി ആണോ സ്റ്റേറ്റ്മെന്റിലുള്ളത് ആ ഓക്സിലറി പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം, നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പോസിറ്റീവ് ആക്കാം. എടാ, നിങ്ങൾ ഫിസിക്സിൽ ബാറ്ററിനെ കുറിച്ച് പഠിച്ചില്ലേ? സെൽ എന്ന് പറയും. ഒരു ഭാഗം ഇങ്ങനെ കൂടുതൽ, ഒരു ഭാഗം ഇങ്ങനെ പരന്നിട്ടൊരു സാധനം ഉണ്ടാവും. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പ്ലസ്, ഒരു ഭാഗത്ത് മൈനസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു സെയിം പ്രോസസ് എവിടെ നടക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ നടക്കുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ ബാറ്ററിന്റെ പോലെ ആദ്യം വരുന്നിടത്ത് പ്ലസ് ആണെങ്കിൽ പിന്നെ വരുന്ന ഇവിടെ എന്തെങ്കിലും മൈനസ് ആയിരിക്കും. ഒരു ഭാഗം പ്ലസ് ആണെങ്കിൽ മറ്റു ഭാഗം മൈനസ് ആയിരിക്കും. വൺ പ്ലേസ്, ഒരു സ്ഥലം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു മിനിറ്റ് എടാ, ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ചെയ്ത എക്സാമ്പിൾ നമുക്ക് ആദ്യം പോസിറ്റീവിനെ കിട്ടിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ എന്താക്കി? നെഗറ്റീവ് ആക്കി. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് നെഗറ്റീവ് ആയിരുന്നു. സോ അതിൻ്റെ ആൻസറിലേക്ക് മാറ്റിയപ്പോൾ എന്താക്കി? നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മൾ എന്താക്കിയടാ? പോസിറ്റീവ് ആക്കി. സെറ്റ് ആണല്ലോ. ഈ ഒരു ഓക്സിലറികൾ വരുമ്പോൾ നമുക്ക് അധികം ടെൻഷൻ ഇല്ല. ഇനി ഓക്സിലറി വരൂല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷീ ഈസ് നോട്ട് ഗോയിങ് ഔട്ട് ടു നൈറ്റ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. ഷീ ഈസ് ഒന്ന് ചെയ്ത് നോക്കാം. ഒരു മിനിറ്റ് എടാ. ഷീ ഈസ് ഗോയിങ് ഔട്ട് ടു നൈറ്റ്. അവൾ ഇന്ന് എന്ത് ചെയ്യുന്നില്ല? പുറത്തേക്ക് രാത്രി പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം എന്താ? ഓക്സിലറി ഉണ്ടോ എന്നുള്ളതാണ്. സോ നോക്കുമ്പോൾ ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ ഓക്സിലറി. ഈസിൻ്റെ ആണ് ഓക്സിലറി. പോസിറ്റീവാ നെഗറ്റീവാ? നമുക്കറിയാം ഈസ് ഇൻഡ് ഈസ് നോട്ട് എന്നാണ് കൊടുത്തുള്ളത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ അത് നെഗറ്റീവ് ആണ്. സോ നമ്മളതിനെ എന്താക്കും? നമ്മളതിൻ്റെ പോസിറ്റീവ് ആക്കും. എന്നിട്ട് ആരാ സബ്ജക്റ്റ്? ഷീ ആണ് സബ്ജക്റ്റ് നമ്മളിവിടെ പ്ലേസ് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കിട്ടിയത് പോസിറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ എന്താക്കും? നെഗറ്റീവ് ആക്കും. നെഗറ്റീവ് കിട്ടാൻ വേണ്ടി എന്താക്കും? പോസിറ്റീവ് ആക്കും. അപ്പോൾ സാറേ ഇനി നമുക്ക് ഇതിൽ എന്ത് തന്നില്ലെങ്കിലോ നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. അതാണ് ഈ എക്സാമ്പിൾ. ഷീ ലൈക്സ് കോഫി. അതെങ്ങനെ ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കിക്കോട്ടോ. ആ എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരു പുതിയ പേജ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കിക്കോ. ഒരു മിനിറ്റ് എടാ. യെസ് കൃത്യമായിട്ട് നോക്കട്ടോ. നോക്കിക്കോ. ഷീ ലൈക്സ്, ഒരു മിനിറ്റ് എടാ, ഒരു മിനിറ്റ്. ഷീ ലൈക്സ് കോഫി. ഒരു മിനിറ്റ്, ഞാൻ സൈസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ഷീ ലൈക്സ് കോഫി. ശരിക്കും നോക്കണം കേട്ടോ അത് എങ്ങനെ ചെയ്യുന്നത്. ഷീ ലൈക്സ് കോഫി. ഇതിൻ്റെ ആൻസർ ഓൾറെഡി സാർ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡസിൻറ്റ് ഷീ എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡസിൻറ്റ് ഷീ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഡസിൻറ്റ് ഷീ ഇതിൻ്റെ ആൻസർ ആയത്? അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. നമ്മൾ ആദ്യം എന്തുണ്ടോ നോക്കണം? ഓക്സിലറി ഉണ്ടോ നോക്കണം എന്ന് പറഞ്ഞു. ഷീ ലൈക്സ് കോഫി എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു പ്രസ്താവനയിൽ എന്തില്ല? ആ സെൻറ്റൻസിൽ എന്തില്ല? ഓക്സിലറി ഇല്ല. ഓക്സിലറി ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് സാറ് പറയാൻ പോകും. നോക്കിക്കോട്ടോ. ഓക്സിലറി ഇല്ലെങ്കിൽ നമ്മൾ അതിൽ വെർബിനെ എടുക്കണം. എന്തിനെടുക്കണം? വെർബിനെ എടുക്കണം. അപ്പോൾ ഷീ ലൈക്സ് കോഫി ഏതാ വെർബ്? ഇതിലെ വെർബ് എന്ന് പറയുന്നത് ലൈക്സ് ആണ്. എന്താണ്? ലൈക്സ് ആണ് ഇതിലെ വെർബ്.
അപ്പോൾ ശരിക്ക് ഈ ലൈക്ക് എന്താടാ, ശരിക്ക് ഈ ലൈക്സ് എന്നുള്ളത്, ലൈക്ക് എന്നുള്ള വേർഡിന് എന്ത് വന്നിട്ടുള്ളത്, ഈ ലൈക്സ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ കൊടുത്തിക്കില്ല, എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈക്സ് ആണ്. നമുക്കിതിനെ എന്തും കൂടി ആക്കാൻ പറ്റും, നമുക്കിതിനെ ലൈക്ക്ഡ് എന്നും കൂടെ ആക്കാനും പറ്റും അല്ലേ. ശരിക്ക് ലൈക്സ് എന്താണ്, ലൈക്ക് എന്നുള്ളതാണ്, അതിന് എന്താക്കിയിട്ടുള്ളത്, ലൈക്സ് എന്നാക്കിയിട്ടുള്ളത്. നമുക്ക് എന്തും കൂടി ആക്കാൻ പറ്റും, ലൈക്ക്ഡ് എന്നും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സാർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നോക്കിക്കോ. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് കേട്ടോ. ലൈക്കിന്, അതായത് V1 എന്നുള്ളത് ഫോമിൽ നമ്മൾ എന്ത് കൊടുക്കും, നമ്മളതിന് ഡു എന്ന് കൊടുക്കും. ലൈക്സിന് നമ്മൾ എന്ത് കൊടുക്കടാ, ലൈക്സ് നമ്മൾ ഡസ് എന്ന് കൊടുക്കും. ദെൻ ലൈക്ക് നമ്മൾ എന്താക്കും, ഡിഡ് എന്നാക്കും. ഈ 3 രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ചേഞ്ച് ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലൈക്കിന് ഡു ആണ്, ലൈക്സിന് ഡസ് ആണ്, ലൈക്കിന് ഡിഡ് കിട്ടിയത്. നമുക്ക് കൊടുത്തുള്ളത് എന്താ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലൈക്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഷീ ലൈക്സ് കോഫി എന്നുള്ളത് നമുക്ക് എന്താ കിട്ടാം, ഇവിടെ നമുക്ക് കിട്ടുന്നത് ഷീ ഡസ് എന്നുള്ള മീനിങ് കിട്ടും. അപ്പോൾ ഈ ഡസ് എന്നുള്ളത് പോസിറ്റീവാ നെഗറ്റീവാ, ഡസ് എന്നുള്ളത് പോസിറ്റീവാ നെഗറ്റീവാണോ? ഡു ഡസ് ഡിഡ് എന്താണ്, ഒരു ഓക്സിലറി ആണ്. ആ ഓക്സിലറിക്ക് നമ്മൾ എത്ര രൂപ കണ്ടു കേട്ടോ. കിട്ടിയ വെർബിനെ നമ്മൾ 3 എണ്ണമാക്കി തിരഞ്ഞിരിച്ചു. നമ്മൾ എന്താക്കി, ഡു ഡസ് ഡിഡ് കൊടുത്തു. അതിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സാധനം ഏതാ, ലൈക്സിനെ ഡസ്സാ പറ്റിയ സാധനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡസ്സിലേക്ക് നമ്മൾ അതിനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഡസ് പോസിറ്റീവാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ കൂടാം, നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എന്നാൽ നെഗറ്റീവ് ആക്കണം. അപ്പോൾ നമ്മൾ ഡസിൻ്റെ ആരാ പ്രവൃത്തി ചെയ്യുന്ന ആൾ, സബ്ജക്റ്റ് ഷീ ആണ്. സോ ഡസിൻ്റെ ഷീ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസറിലേക്ക് എത്തും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഏറ്റവും സിമ്പിളായ ഒരു ഭാഗമാണ് ഇപ്പോൾ സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ. എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, എ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് അടിയും. ശരിക്കും നോക്കുക, യു ആർ കമ്മിങ് ടു ദ പാർട്ടി ഏതാണ്, പോസിറ്റീവായിട്ട് യു ആർ എന്നുള്ള എന്താണ്, പോസിറ്റീവ് ആണ്. സോ എന്താക്കിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആക്കി. ഷീ ലൈക്സ് കോഫി നമ്മളിപ്പോൾ ചെയ്ത കാര്യം അതെന്താണ്, അതിൽ നമ്മൾ ചെയ്തെന്താ, ഇത് നമ്മൾ എടുത്തു. നമുക്ക് ഇവിടെ കിട്ടിയ സാധനം എന്തായിരുന്നു, ഇവിടെ നമുക്ക് കിട്ടിയ ഡസ് ആയിരുന്നു. നമ്മൾ എന്താക്കി, നമ്മൾ ഡെസിൻ്റിലേക്ക് മാറ്റി. ഓക്കെ. സോ പിന്നുള്ളത് എന്താ, പിന്നെ ദേ ഹാവ് ഫിനിഷ്ഡ് ദെയർ വർക്ക്. ഹാവ് ഉള്ളത് എന്താണ്, ഹാവ് നമ്മൾ ഹാവും ഹാസും ഹാഡും ഉണ്ട്. ഹാവ് ഒരു ഓക്സിലറി ആണ്. ഹാവിനെ നമ്മൾ പോസിറ്റീവ് കിട്ടി നമ്മൾ എന്താക്കി, നെഗറ്റീവ് ആക്കി. ദെൻ ഹി ക്യാൻ ഒരു മോഡൽ ഓക്സിലറി വന്നു. ഏതാണ്, ഹി ക്യാൻ വന്നു. ക്യാൻ വന്നപ്പോൾ നമ്മൾ എന്താക്കി, ക്യാൻറ്റ് ഹീ എന്നാക്കി. ചില കുട്ടികൾ ക്യാന് കാണുമ്പോൾ കുഡിൻ്റെ ആക്കരുത്. അപ്പോൾ പാസ്റ്റ് ആക്കിയിട്ട് നെഗറ്റീവ് ആകും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ക്യാൻ ആണെങ്കിൽ ക്യാനോട്ട് ആക്കിയാൽ മതി കേട്ടോ. അല്ലാതെ ക്യാന് കണ്ടാൽ കുഡിൻ്റെ ആക്കരുത്. അങ്ങനെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഓക്കെ. ദെൻ പിന്നുള്ള എന്താ, വി വിൽ മീറ്റ് ടുമോറോ. വില്ല് വന്നപ്പോൾ എന്തായി, വില്ലിൻ്റെ നെഗറ്റീവ് വോണ്ട് എന്നാട്ടോ സബ്ജക്റ്റ് നമ്മൾ എടുത്തത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. ദെൻ ഇനി അടുത്ത് നോക്കാം, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താകും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആവും. നോക്കിക്കോടാം, യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. നിനക്ക് എന്ത് ഇഷ്ടമല്ല, സ്പൈസി ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ ഡോണ്ട് അത് നെഗറ്റീവാണ്. അതിന് നമ്മൾ എന്താക്കി, നമ്മൾ പോസിറ്റീവ് ആക്കി, ഡു യു എന്നാക്കി കേട്ടോ. ദെൻ ഷീ ഈസ് നോട്ട് എന്താ, നെഗറ്റീവാണ്. ദെൻ ഈസ് ഹി, അതിന് നമ്മൾ പോസിറ്റീവ് ആക്കി. ഓക്കെ. ദെൻ പിന്നെന്താ, ദേ ഹാവ് നോട്ട് ഇതെന്താണ്, ഇതൊരു ഓക്സിലറി ആണ്. ദെൻ അവിടെ എന്താക്കി, അവിടെ നമ്മൾ പോസിറ്റീവ് ആക്കി. ഇവിടെ ഹി വോണ്ട് എന്ന് പറഞ്ഞാൽ വില്ലിൻ്റെ നെഗറ്റീവാണ് വോണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ. വോണ്ട് വന്നപ്പോൾ എന്താക്കി, വില്ലാക്കി. വി കാനോട്ട് വി കാണ്ട് എന്താക്കി, നമ്മൾ ക്യാൻ വി എന്നാക്കി കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ട്. ഐ തിങ്ക് യു ഹാവ് വെരി വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് അവർ ടോപ്പിക് ക്വസ്റ്റ്യൻ ടാഗ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഫിസിക്സിലെ ബാറ്ററി ഒരു ഭാഗം പ്ലസും ഒരു ഭാഗം മൈനസും. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. എത്ര സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഏരിയയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായി സാർ വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ കാണാൻ മറക്കല്ലേ, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. എക്സാമിനൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. മറന്നുപോലെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മക്കളെ. ടാറ്റാ, ബൈ ബൈ, സീ യു.